തലസ്ഥാന ജില്ലയിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നയിക്കുന്ന വികസിത അനന്തപുരി സന്ദേശ പദയാത്ര. ചെറുവയ്ക്കൽ മുതൽ മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ വരെയാണ് ഇന്നത്തെ പദയാത്ര. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. പദയാത്ര ഇതുവഴി കടന്നു വരികയാണ്. ഈ നാടിന്റെ ശവം, അനന്തപുരിയുടെ ശവം എന്നേക്കുമായി ഈ നാട്ടിൽ നിന്നും കേട്ടുകെട്ടിക്കുവാൻ ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ നയിക്കുന്ന പദയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. അനന്തപുരിയുടെ ശവം ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിനെതിരെ എന്നേക്കുമായി ഈ നാടിനെ നന്മയുടെ പാതയിൽ എത്തിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നുള്ള ഉറച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ നയിക്കുന്ന പദയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ വി മുരളീധരൻ നയിക്കുന്ന വികസിത അനന്തപുരി സന്ദേശ പദയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ഇതാ ഏതുവഴി കടന്നു വരികയാണ് വികസിത പദയാത്ര. ഇതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്ര സഹമന്ത്രിയുമായിരുന്ന വി മുരളീധരൻ നയിക്കുന്ന വികസിത പദയാത്ര ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഈ നാടിന്റെ ശവം, അനന്തപുരിയുടെ ശവം എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ, ഈ നഗരസഭയുടെ കുത്തഴിഞ്ഞ ഭരണം ഇല്ലാതാക്കുവാൻ ഈ നാടിലെ നല്ലവരായ നാട്ടുകാരെ അറിയിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി തലസ്ഥാന ജില്ലയിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നയിക്കുന്ന വികസിത അനന്തപുരി സന്ദേശ പദയാത്ര പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശാലിനിയിലേക്ക് പോവുകയാണ്. ശാലിനി, ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള പദയാത്ര പറയൂ ശാലിനി. ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി ശ്രീ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തലസ്ഥാനം കാണുന്നത് വികസിത അനന്തപുരി യാത്രയുടെ കാഴ്ചകളാണ്. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത വികസിത അനന്തപുരി യാത്ര ഇന്നിപ്പോൾ ഉള്ളത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലാണ്. ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി ഒക്കെ ആയിരുന്ന വി മുരളീധരനാണ് ഇന്നത്തെ പദയാത്ര നയിക്കുന്നത്. നമ്മളിപ്പോൾ പദയാത്ര ആരംഭിച്ചതേ ഉള്ളൂ. ചെറുവയ്ക്കൽ മുതൽ മെഡിക്കൽ കോളേജ് വരെയാണ് അനന്തപുരിയുടെ പദയാത്ര. വികസിത അനന്തപുരി എന്ന ലക്ഷ്യത്തോടു കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ ഈ ഒരു പദയാത്ര നടക്കുന്നത്. ഓരോ വോട്ടർമാരെയും നേരിട്ട് കാണുക, ഒപ്പം തന്നെ അനന്തപുരിയുടെ വികസിത ലക്ഷ്യങ്ങൾ ഓരോ ആളുകളിലേക്കും എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ ഒരു പദയാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ ഇന്ന് പദയാത്രയ്ക്ക് നേതൃത്വം നൽകുകയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ബിജെപിയുടെ വികസിത അനന്തപുരിയുടെ ലക്ഷ്യങ്ങൾ എന്നുള്ളത്. ഇതാ ഇലക്ഷൻ അടുത്തിരിക്കുന്നു, ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഒരു മാറ്റം തലസ്ഥാനത്ത് അനിവാര്യമാണല്ലേ? തീർച്ചയായിട്ടും മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുകയാണ്. ആ മാറ്റത്തിന്റെ കാറ്റ് വീശിയത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CPM-ന്റെ വലിയ നേതാവായിട്ടുള്ള N വാസുവിനെ അടക്കം അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതമായിട്ടുള്ളത്. ഇപ്പോൾ അതാണ് ഈ ഇന്നത്തെ സാഹചര്യം വ്യക്തമാക്കുന്നതാണ്. മുതൽ മുൻ IPS ഉദ്യോഗസ്ഥർ വരെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ബിജെപിയുടെ നേതാക്കൾക്കെതിരെ, ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്കെതിരെ CPM അടക്കമുള്ളവർ. എങ്ങനെ കാണുന്നു? BJP ജനാഭിപ്രായം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക, അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഭരണപരിചയമുള്ളവരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യമുള്ളവരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും അത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയാഭിലാഷം പ്രകടിപ്പിക്കുന്ന ഡിസംബർ 13 തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിന്റെ ദിവസമായിരിക്കും അല്ലേ അനന്തപുരിക്ക്? തീർച്ചയായിട്ടും തലസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സൂചിപ്പിച്ചതുപോലെ തന്നെ അനന്തപുരിക്ക് ഒരു മാറ്റമുണ്ട്. അനന്തപുരിയുടെ ആ മാറ്റം ഡിസംബർ 13 വോട്ടെണ്ണൽ ദിവസം ഉണ്ടാകുമെന്നുള്ളതാണ്. ബിജെപിയുടെ നേതാക്കന്മാരെ, ബിജെപിയുടെ വാർഡ് ഭരിക്കുന്ന അല്ലെങ്കിൽ നിലവിലെ കൗൺസിലർമാരെ, ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളെ അടക്കം CPM-ന്റെ ഒരു പക്ഷം ആളുകൾ ചേർന്ന് അധിക്ഷേപിക്കുന്നുണ്ട്, വ്യക്തിഹത്യ നടത്തുന്നുണ്ട്. അതൊക്കെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും
ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പദയാത്ര തുടർന്നിരിക്കുകയാണ്. വിവിധയിടങ്ങളിൽ സ്വീകരണമുണ്ട്. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി തലസ്ഥാനത്ത് വികസിത അനന്തപുരി സന്ദേശ പദയാത്ര പുരോഗമിക്കുകയാണ്. ചെറുവയ്ക്കൽ മുതൽ മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ വരെയാണ് ഇന്നത്തെ പദയാത്ര. ശാലിനിയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.